yahyas കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വാനില ഫ്ലേവറിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ഒരു 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാണ്ട് ഇവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടി ഇല്ലെങ്കിൽ പകരം പാല് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം താണ്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പാൽപ്പൊടിക്ക് പകരം പാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നമുക്ക് വേണ്ടി വരത്തില്ല, പാലാണ് ഒഴിക്കുന്നതെങ്കിൽ. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് നമ്മളത് കുഴച്ചെടുക്കരുത്. നമുക്കൊന്ന് ഉരുട്ടാൻ പാകത്തിന് മാത്രം ചെയ്തെടുക്കുക. വെള്ളം കുറവാണെങ്കിൽ ചെറുതായിട്ട് ഒരുപാട് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കാതെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. ഫസ്റ്റ് കയ്യിലൊന്ന് വെള്ളം തടവിയതിന് ശേഷം നമുക്കതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് ചെറിയ ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. അതാണ്ട് ഇതുപോലെ ഒന്ന് കിട്ടണം. അപ്പോൾ ബാക്കിയിരിക്കുന്നതെല്ലാം ഞാൻ അതാണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും പറയും പോലെ തന്നെയാണ്, തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. കാരണം പുറമേ അങ്ങ് കരിഞ്ഞു പോവും, ഉള്ളു വേവത്തുമില്ല. അപ്പോൾ ചെറുതായിട്ട് തീയിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഒന്ന് ബ്രൗൺ നിറമായതിനു ശേഷം മാത്രമേ നിങ്ങളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവൂ. ബ്രെഡ് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ അതാണ്ട് ഞാൻ പയ്യെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം ഒരു ബ്രൗൺ നിറം ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സ്പൂൺ വെച്ചിട്ട് പതിയെ തിരിച്ചിട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതെല്ലാം കോരി മാറ്റിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കതൊന്ന് അലിയിച്ചെടുക്കണം. ഒരു നൂൽ പരുവമൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കിതൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2-3 തുള്ളി വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബോൾസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബോൾസിനകത്തൊക്കെ നന്നായിട്ട് ഈ പഞ്ചസാരപ്പാനി ഒന്ന് ഇറങ്ങി കിട്ടണം. ആ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ദാണ്ടേ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഞാനിവിടെ അധികം മധുരം ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് പഞ്ചസാരപ്പാനിയുടെ അളവ് കുറവായിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നിങ്ങളൊന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കേ.